അപ്പോൾ ബീഹാറിൽ റിസൾട്ട് വരുമ്പോഴും അത്ഭുതങ്ങളൊന്നും സംഭവിക്കാനുള്ളൊരു സാധ്യത പൊതുവെ കാണുന്നില്ല. ഒരുവിധം വന്ന അഭിപ്രായ സർവേകളിലെല്ലാം കൃത്യമായുള്ള എഡ്ജ് എൻ ഡി എക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം എൻ ഡി എയുടെ വോട്ട് ബേസ് എന്ന് പറയുന്നത് അത്രയും വലിയൊരു വോട്ട് ബേസാണ്. കാരണം ബി ജെ പിയുടെ ട്രഡീഷണൽ വോട്ട് ബാങ്കായുള്ള ഠാക്കൂർ, ഭൂമിഹാർ, ബ്രാഹ്മിൻ, ബനിയ, പിന്നെ കുറച്ച് OBC വോട്ടുകൾ, SC വോട്ടുകൾ. നിതീഷിൻ്റെ ആണെങ്കിൽ യാദവരല്ലാത്ത OBC വിഭാഗക്കാർ, നിതീഷിൻ്റെ കമ്മ്യൂണിറ്റിയായ കുർമി, പിന്നെ അതുകൂടാതെ ലോധ്, കുശ്വാഹ, അങ്ങനെയുള്ള കമ്മ്യൂണിറ്റീസ്, പിന്നെ ദളിതന്മാർക്കിടയിലെ ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ നിതീഷിനെ പിന്തുണയ്ക്കുന്നവരാണ്. അതിനൊപ്പമാണ് മറ്റൊരു പ്രമുഖ ദളിത് പാർട്ടിയായ ചിരാഗ് പാസ്വാൻ്റെ പാർട്ടിയും കൂടെ വരുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും BJP-യുടെ ആ ഒരു BJP JDU സഖ്യത്തിൻ്റെ ഒരു കൊല്യൂഷൻ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്, ബ്രോഡാണ്. പിന്നെ യുവാക്കളുടെ വോട്ട് ഇത്തവണ നല്ലൊരു ശതമാനം ജൻസുരാജ് പാർട്ടി, പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി കൊണ്ടുപോകാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തേജസ്വി ഒരു യുവ നേതാവായതുകൊണ്ട് തന്നെ യുവാക്കളുടെ ഒരു വോട്ട് നല്ലൊരു ശതമാനം തേജസ്വി യാദവിന് ലഭിച്ചിരുന്നു, അതായത് RJDക്ക് ലഭിച്ചിരുന്നു. പക്ഷെ അത് ഇത്തവണ സ്പ്ലിറ്റ് ആവാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ എക്സ്ട്രീംലി പോപ്പുലർ ആയിട്ടുള്ള ഒരു ലീഡറാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അപ്പം മോദിയുടെ ആ ഒരു കരിസ്മ സ്വാഭാവികമായിട്ടും യുവാക്കൾക്കിടയിലുണ്ടാവും, ജെൻസി വിഭാഗക്കാർക്കിടയിലുണ്ടാകും.